ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ എക്സസൈസിൻ്റെ 6ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ഏകദേശം എല്ലാവരും ഒരു എക്സസൈസിൻ്റെ മൂഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും വളരെ കുറച്ച് ആളുകൾക്ക് എങ്കിലും ചിലപ്പോൾ ശരീരവേദന ഉണ്ടായിരിക്കും, അത് മൈൻഡ് ചെയ്യരുത്. ചിലർക്ക് ശരീരവേദന മാറി തുടങ്ങിയിട്ടും ഉണ്ട്. മാത്രമല്ല ചില ആളുകൾക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കോച്ച് ചെയ്യുന്നത് പോലെ അത്യാവശ്യം എണ്ണം ഒരു 20 സെറ്റ് പറയുമ്പോൾ ഒരു 15 സെറ്റോളം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്നാലും കോച്ചിൻ്റെ അത്ര വേഗത നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ക്ഷമിച്ചിരിക്കുക, കഴിയും. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നിങ്ങൾ ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുക, റെഡിയാവും. റിസൾട്ടിനെ കുറിച്ച് വേവലാതിപ്പെടരുത്. റിസൾട്ട് നിങ്ങളെ തേടി വരും. കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നേരെ ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിലേക്ക് നീങ്ങുകയാണ്. ഇന്നത്തെ നമ്മുടെ പോയിന്റ്, നമ്മൾ വിഷയം തടി കൂടുക അല്ലെങ്കിൽ ശരീരഭാരം കൂടുക എന്നാണല്ലോ. നമ്മൾ ഇതിനൊരു പ്രധാന കാരണമുണ്ട്. എന്താ പറയാൻ പറ്റുമോ? നമ്മൾ ഈ കഴിക്കുന്ന ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മളെ പെട്ടെന്ന് പൊണ്ണത്തടിയിലേക്ക് മാറ്റുന്നത്? ഒന്ന് ഉത്തരം പറയാൻ പറ്റുമോ? യെസ്, അതെ. 1 പഞ്ചസാര, 2 അരി ഭക്ഷണം. ഈ പഞ്ചസാര അരി 2 ഗ്ലൂക്കോസാണ്. പഞ്ചസാര ഡയറക്റ്റ് ഗ്ലൂക്കോസാണ്. അരി ഭക്ഷണം ആമാശയത്തിലെത്തി വിഘടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്ലൂക്കോസ്. രണ്ടും ഒരേപോലെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് നമ്മളിന്ന് പഞ്ചസാര കൊടുക്കാം. ഈ പഞ്ചസാര എന്നുള്ള വസ്തു സത്യത്തിൽ അതൊരു വെജിറ്റേറിയൻ വസ്തു അല്ല. അത് കാരണം കരിമ്പിൻ്റെ നീരിൽ നിന്ന് കുറച്ച് കെമിക്കൽ പ്രോസസ്സൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ഈ പഞ്ചസാര നിർമ്മാണത്തിന് ഈ മൃഗങ്ങളുടെ എല്ലിൻ്റെ പൊടി ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒരു വെജിറ്റേറിയൻ പ്രോസസ്സ് അല്ല ഇത് വരുന്നത്. അത് കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന കരിമ്പ് നീരിൽ നിന്ന് വലിയ ഫാക്ടറി മുഖേന കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഈ പഞ്ചസാര. സത്യത്തിൽ ഈ പഞ്ചസാര ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യം തന്നെയല്ല. ഇപ്പോൾ പലരും ചോദിക്കുമ്പോൾ ഗ്ലൂക്കോസ് വേണ്ടേ? ഗ്ലൂക്കോസിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഗ്ലൂക്കോസ് ഉണ്ട്. പഞ്ചസാര ഡയറക്റ്റ് ആവശ്യമില്ല. കാരണം ഇതൊരു ഒരു കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഞ്ചസാര. കാരണം ഇന്ത്യയിലെ തന്നെ മിക്ക കേരളത്തിൽ വളരെ കുറവാണ്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര മിക്ക സ്റ്റേറ്റിൻ്റെ പ്രധാന ഒരു കൃഷിയാണ് കരിമ്പ്. മാത്രമല്ല ഈ കരിമ്പ് വ്യവസായവുമായി ബന്ധിപ്പിച്ച് വലിയ വൻകിട ഫാക്ടറികളുണ്ട്. ചെറിയ ഫാക്ടറികളല്ല, വൻകിട ഫാക്ടറികൾ, അതായത് സമ്പന്ന ഫാക്ടറികൾ. മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും നിയന്ത്രിക്കാൻ അത്ര സാമ്പത്തിക കെൽപ്പുള്ളൊരു സാമ്പത്തിക ലോബിയാണ് ഈ പഞ്ചസാര പിന്നിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പഞ്ചസാര എന്നുള്ളൊരു ബിസിനസ് നിലനിൽക്കുന്നത്. സത്യത്തിൽ ഇതൊരു ആവശ്യമില്ല. സത്യത്തിൽ ഒരു രാജ്യത്ത് ഇപ്പം നമ്മൾ കാണുന്ന ആശുപത്രിയിലെ നല്ല രോഗികളും പ്രധാന രോഗികളാകാനുള്ള കാരണം ഈ പഞ്ചസാരയാണ്. ഇതൊരു വിഷവസ്തുവാണ്. പഞ്ചസാര ഒരു വിഷവസ്തു. മാത്രമല്ല ഒരു അഡിക്ഷൻ വരുന്ന വസ്തുവാണ്. ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് 1-2 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ അഡിക്ഷൻ അല്ലെങ്കിൽ ലഹരി വസ്തുവാണത്. അപ്പോൾ ഇത് സത്യത്തിൽ ഇത് ഒരു രാജ്യത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നമ്മളെ ഇന്ത്യ രാജ്യത്ത് നാളെ പഞ്ചസാര നിരോധിച്ച് വിചാരിച്ചു, നോട്ട് നിരോധനം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 4-5 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രികൾ പകുതി അതിലെ രോഗികളെ കുറയും. കാരണം അത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഈ പഞ്ചസാര. എന്നാൽ ഇത് നിരോധിക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതൊരു വലിയൊരു ബിസിനസ്സാണ്. മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെ പോലെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഫാക്ടറി ഉടമകളുടെ ശൃംഖല പോലെ ഇതിൻ്റെ പിന്നിലുണ്ട്. മാത്രമല്ല ഇത് കഴിച്ചിട്ട് വേണം എന്ത് ചെയ്യുക, രോഗികൾ ഉണ്ടാകാൻ. പുതിയ ആശുപത്രികൾക്ക് രോഗികളെ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഒരുപാട് മരുന്ന് കമ്പനികൾ നിലനിൽക്കും. ഇതൊരു ബിസിനസ് ശൃംഖലയാണ് പഞ്ചസാര. സത്യത്തെ നിരോധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി ആളുകൾ രക്ഷപ്പെടും. ഈ പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാര മാത്രമല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, മധുരം മുഴുവൻ. പഞ്ചസാര, അതുപോലെ തന്നെ ബേക്കറി വസ്തുക്കൾ, പിന്നെ ടിന്നിലടച്ച ജ്യൂസുകൾ, പിന്നെ ബിസ്ക്കറ്റ് പോലത്തെ ബിസ്ക്കറ്റ് കൃത്രിമ മധുരങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കൊക്കക്കോള, പെപ്സി. ഇപ്പോൾ ഈ കൊക്കക്കോളയും പെപ്സിയിലൊക്കെ 30-40% കോൺസെൻട്രേറ്റഡ് ഷുഗറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഈ മധുരം മുഴുവൻ ഒന്ന് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ബോധപൂർവ്വം എന്ത് ചെയ്യണം, ഈ മധുരം ഒന്ന് ഒഴിവാക്കണം. മധുരം ഒഴിവാക്കാം സിമ്പിളാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൃത്യമായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് അടിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ആപ്പിൽ വന്നിട്ട് റെക്കോർഡായിട്ട് ചാപ്റ്ററുകളുണ്ട്. ആ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കുക, വായിച്ച് അധികം സമയം ഒരു 3-4-5 ചാപ്റ്ററേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റിലെ ചാപ്റ്റർ. ആ ചാപ്റ്റർ പഠിച്ചതിന് ഏകദേശം ധാരണ കിട്ടും. പിന്നെ ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നു, ഘട്ടം ഘട്ടമായി പഞ്ചസാര നിർത്തുക. ഇപ്പോൾ രാവിലെ നമ്മളൊരു ദിവസം ശരാശരി രാവിലെ ഒരു വൈകുന്നേരം ഒരു 2-3 ചായ കുടിക്കുന്ന ആളുകളാണ്. ശരാശരി ഘട്ടം നിർത്തുക, കുറച്ച് നിർത്തുക. പക്ഷേ ഈ പഞ്ചസാരയിൽ വല്ലാതെ പഞ്ചസാര കഴിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ഈ ചിലപ്പോൾ നിർത്തുമ്പോൾ ചെറിയ തലവേദന ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ഉറക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം 1-2 ദിവസം. പക്ഷെ അത് മൈൻഡ് ചെയ്യരുത്. എന്ത് ചെയ്യുക, ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് തന്നെ പഞ്ചസാര നമുക്ക് മെല്ലെ ഘട്ടം ലൈഫിൽ നിന്ന് മാറ്റാം. പിന്നെ ലൈഫിൽ നിന്ന് മാറ്റുന്ന സമയത്ത് കുറച്ച് പ്രയാസമായിരിക്കും, ചായ കുടിക്കാൻ പ്രയാസമായിരിക്കും.
ഒരു എന്തെങ്കിലും എന്ത് ചെയ്യാം, മധുരം കാണുമ്പോൾ നമുക്കൊരു ആർത്തിയൊക്കെ തോന്നും. എന്നിരുന്നാലും നിയന്ത്രിച്ച് ഒരു 10 ദിവസം ഒന്ന് മനസ്സിലെ നിയന്ത്രിക്കുക. പഞ്ചസാരയിൽ നിന്ന് മെല്ലെ മാറി നിൽക്കുക, മധുരങ്ങളിൽ നിന്ന് മെല്ലെ മാറി നിൽക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, പിന്നെ എനിക്ക് പഞ്ചസാര പ്രശ്നം വരില്ല. ഒരു 15 ദിവസം നിങ്ങൾ ഒന്നും മനസ്സ് നല്ല ക്ഷമയോടെ തീരെ മധുരം കഴിക്കൂല, മിഠായികളോ അല്ലെങ്കിൽ പാക്കറ്റിൽ ഒരു മധുരം കഴിക്കൂല എന്ന വാശിയിൽ നിങ്ങളോട് തന്നെ വാശി നിന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതുള്ളൂ. പക്ഷെ ഒന്നുണ്ട്, നിങ്ങൾ ഒരു മാസം നിങ്ങൾ പഞ്ചസാരയിൽ നിന്ന് മുഴുവനായിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര ആവശ്യം വരില്ല. സിമ്പിൾ. ഒരു ടെസ്റ്റ് നടത്തി നോക്ക്. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര ആവശ്യമില്ല. മാത്രമല്ല, ഈ പഞ്ചസാര മാറുന്നതോടുകൂടി നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ബെനിഫിറ്റുകൾ വരാനുണ്ട്. ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ഓരോന്നും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യാം, നമ്മളെ കോഴ്സ് കാണുക. നമ്മളെ ആപ്പിൻ്റെ ഉള്ളിൽ കോഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ പറയുമ്പോൾ ഷുഗർ ഡിറ്റോക്സ് എന്ന കോഴ്സിൻ്റെ പേര് തന്നെ ഓർക്കുന്നത്. ആ കോഴ്സ് കാണുക. ആ കോഴ്സ് കണ്ടിട്ട് എന്ത് ചെയ്യുക, മനസ്സൊന്ന് ഉറപ്പിക്കുക. ഇതെന്ത് ചെയ്യുക, ഇനി പഞ്ചസാര കഴിക്കൂല തീരുമാനിച്ച് എന്ത് ചെയ്യുക, മെല്ലെ കുറേശ്ശെ ഒഴിവാക്കുക പഞ്ചസാര. ഒരു 10 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു മാസത്തോളം പഞ്ചസാര നിങ്ങളുടെ ബോഡിയിൽ തീരെ കയറാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. നോക്കാം നമുക്ക് ഒന്നും സംഭവിക്കാവുന്ന വെയിറ്റ് ലോസാണ്. നിങ്ങൾ പഞ്ചസാര നിങ്ങളിപ്പോൾ ഒരു 80 കിലോ വെയിറ്റ് ഉണ്ട് വിചാരിച്ചോ. നിങ്ങൾ പഞ്ചസാര മാത്രം നിർത്തിയാൽ മതി. നിർത്തിയാൽ തന്നെ ഒരു 3-4 മാസം കൊണ്ട് 4-5 കിലോ വെറുതെ കുറയും. വെയിറ്റ് ലോസ് സംഭവിക്കും. പിന്നെ സംഭവിക്കുക, മോർ എനർജി, നിങ്ങൾക്കൊരു പവർ കിട്ടും. എന്ത് ചെയ്യുക, മറ്റൊരു പഞ്ചസാര കഴിക്കുന്നത് നമുക്ക് ഒരു ക്ഷീണം അനുഭവപ്പെടാം. നിങ്ങൾക്ക് ഇത് നല്ല ബോഡിക്ക് നല്ല പവർ, മോർ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. പിന്നെ മറ്റൊന്നാണ് ക്ലിയർ സ്കിന്ന്. ഈ നമ്മുടെ സ്കിന്ന് തൊലിക്ക്, നമ്മളെ തൊലി ചുളിയുമ്പോഴാണ് നമുക്ക് പ്രായം കൂടുതൽ തോന്നുക. അപ്പോൾ അതിനൊരു പ്രധാന വസ്തുവാണ് ഈ പഞ്ചസാര. ഈ പഞ്ചസാര ഒഴിവാക്കുന്നത് കൂടി എന്ത് ചെയ്യും, നമ്മളെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും നമ്മൾ യങ് ഫീൽ ചെയ്യുകയും ചെയ്യും. തമാശ പറയുന്നതല്ല, കൃത്യമായിട്ട് എല്ലാവരും ഒരു മാസം ഒന്ന് പഞ്ചസാര നിർത്തി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി ചേഞ്ച് വരും. പിന്നെ വരാവുന്നതാണ് ബെറ്റർ സ്ലീപ്പ്. നിങ്ങൾ ഉറക്കത്തിൻ്റെ പാറ്റേൺ റെഡിയാവും. ഈ മധുരം ഉറക്കത്തിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. മധുരം ഉറക്കത്തെ വല്ലാതെ ബാധിക്കും. നിങ്ങൾ ഉറക്കത്തിൻ്റെ പാറ്റേൺ റെഡിയാവും. അപ്പം ഇത് കേൾക്കുമ്പോൾ ചില വിചാരിക്കും, നമ്മൾ അത്ര ഒന്നും പഞ്ചസാര കഴിക്കണില്ലല്ലോ ഉണ്ടോ. നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര അല്ലേ, ഇത് പല തുള്ളി പെരുവെള്ള. കാരണം കേട്ടോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം ഒരു ശരാശരി മലയാളി ഒരു ദിവസം 50 ഗ്രാം പഞ്ചസാര കഴിക്കുന്നു. 50 ഗ്രാം എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ, ഒരു 2-3 സ്പൂണ് 50 ഗ്രാം പഞ്ചസാര കഴിക്കുന്നുണ്ട്. 50 ഗ്രാം ഒരു ദിവസം. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഒരു മാസത്തിനടക്കം എന്ത് ചെയ്യും, ഒരു 1.5 കിലോ പഞ്ചസാര ഒരാളാകത്താക്കുന്നുണ്ട്. 1.5 കിലോ ഒരു ദിവസം 50 ആകുമ്പോൾ 10 ദിവസം കൊണ്ട് 500 ആയി. 30 ദിവസം കൊണ്ട് 1.5 കിലോ ഒരു മാസം കൊണ്ട്. ഒരു വർഷം 12 മാസം ആകുമ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരാൾ 18 കിലോ പഞ്ചസാര കഴിക്കുന്നുണ്ട്. 18 കിലോ ഒരു വർഷത്തിനുള്ളിൽ 18 കിലോ. ശരാശരി ഒരാൾ 60 വർഷം ജീവിച്ചാൽ 1000 കിലോക്ക് മുകളിൽ പഞ്ചസാരയാണ് ഒരാൾ കഴിക്കുന്നത്. ഇവിടെയാണ് വില്ലെന്ന് പറയുന്നത്. ഇത് നമുക്ക് പല തുള്ളി പെരുവെള്ളമാണ്. ഇത് വിഷമാണ്. മാത്രമല്ല ഭയങ്കര ബോഡി ടോട്ടൽ പ്രശ്നം ഉണ്ടാകും. നമുക്ക് ഓരോ പ്രശ്നം നോക്കാം. അപ്പോൾ ബെറ്റർ സ്ലീപ്പ്, നിങ്ങളെ ഉറക്കത്തിൻ്റെ പാറ്റേൺ റെഡിയാവും. പഞ്ചസാര നിങ്ങൾ നിർത്തുകയാണെങ്കിൽ കൃത്യമായിട്ട് ഉറങ്ങാനും നല്ല സ്വസ്ഥമായിട്ട് ഉറങ്ങാനും നല്ല ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഉള്ളത് ഹെൽത്തി ഹാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, ഹൃദയത്തിൻ്റെ പമ്പിങ്ങിൻ്റെ വേഗത, ഹൃദയത്തിൻ്റെ ആരോഗ്യം, നിങ്ങൾ അറ്റാക്ക് വരാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. ഈ അറ്റാക്കിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ പഞ്ചസാര നിർത്തുമ്പോൾ നിങ്ങൾ അറ്റാക്ക് വരാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കമ്മിയാണ്. പിന്നെ നിങ്ങൾ മൂഡ് ചില ആൾക്ക് ചിലപ്പോൾ രാവിലെ ഒരു അസ്വസ്ഥത, ചിലപ്പോൾ എന്ത് ചെയ്യും, ജോലി ചെയ്യാൻ മൂടുണ്ടാവും, ചിലപ്പോൾ ജോലി ചെയ്യാൻ മൂടുണ്ടായിരിക്കില്ല, പല വ്യത്യസ്ത സ്വഭാവമായിരിക്കും. ആ ഒരു മൂഡ് ചേഞ്ച്, ഇതിനൊരു പ്രധാന കാരണം എന്താണ്, പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര നിങ്ങൾ നിർത്തുന്നതോടുകൂടി നിങ്ങളെ മൂഡ് ഉഷാറായിട്ട് എന്ത് ജോലി ചെയ്യാൻ ഒരു ഹാപ്പി മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എപ്പോഴും മാറും. പിന്നെ വേണ്ടത് ഈ കൺട്രോൾ ഡയബറ്റീസ് രോഗികൾ ഒരു കാരണവശാലും പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല. അവർക്ക് ഡയബറ്റീസ് വരാൻ തന്നെ കാരണം എന്താണ്, പഞ്ചസാരയാണ്. അവരെന്ത് ചെയ്യണം, ഒന്ന് പഞ്ചസാര ഒന്ന് കഴിയുന്നത് ഒഴിവാക്കി എന്ത് ചെയ്യും, അവരുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ ലെവൽ ബാലൻസ് ചെയ്യാനും രോഗാവസ്ഥ ഒരു ബാലൻസ് ചെയ്ത് പോകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്നാണ് ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി. നിങ്ങളെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. രോഗപ്രതിരോധ ശേഷി എന്ന് ഓരോ വ്യക്തിക്കും ഓരോ ബോഡിക്കും അത്യാവശ്യമായ വസ്തുവാണ്. നമ്മൾ പഞ്ചസാര ഒഴിവാക്കുന്നതോടുകൂടി നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. പിന്നെ മറ്റൊന്നാണ് ബെറ്റർ ഡൈജഷൻ. നിങ്ങളെ ദഹനപ്രക്രിയ, ഈ ദഹനപ്രക്രിയക്ക് മധുരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ദഹനപ്രക്രിയയിൽ നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കുന്നതോടുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ദഹനപ്രക്രിയ നടക്കും. പിന്നെ മറ്റൊന്നാണ് ഷാർപ്പ് മൈൻഡ്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള പവർ കൂടും.
പഞ്ചസാര പറഞ്ഞു പഞ്ചസാരയിൽ ലഹരി വസ്തു ഉണ്ട്, അത് ശരീരത്തിൽ ചെറിയൊരു ഉന്മാദം നമ്മൾ മരുന്ന് ചായ കഴിക്കുമ്പോൾ കുറച്ച് അല്ലെങ്കിൽ പഞ്ചസാര കഴിക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് നമുക്കൊരു ഉന്മാദം, ഒരു സന്തോഷം, ലഡു കഴിച്ചാൽ വെച്ചിട്ടുണ്ടോ കുറച്ച് സമയത്ത് ഒരു ഉന്മാദം, ഒരു ഉന്മാദം, ഒരു സന്തോഷം വരും കുറച്ച് സമയത്ത്. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ നമ്മളെ മൂഡ് മാറും. അപ്പോൾ ഒരു കാരണം എന്താണ്, ഇത് നിങ്ങളെ മനസ്സിന് ഇത് എന്നാൽ മനസ്സ് നല്ല ഷാർപ്പായിരിക്കും, ബുദ്ധി നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. പിന്നെ ഈ മിക്ക ആളുടെ പല്ലുകൾ കേട് വരാറുണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, മധുരം കഴിക്കും, കൃത്യം പല്ലൊന്ന് ക്ലീനാകാതെ കടന്നുറങ്ങും. അങ്ങനെ പല്ലിൻ്റെ ടൂത്ത് ലീക്ക്, പല്ലിൻ്റെ എന്ത് ചെയ്യുക, ബാക്ടീരിയ വർക്ക് ചെയ്ത് പല്ലിന് ഓട്ടകൾ വരും. പ്രത്യേകിച്ച് കുട്ടികളിലെ കാണാറുള്ളത്. അപ്പോൾ അത് പഞ്ചസാര ഒഴിവാക്കിയാൽ ആ പല്ലിൻ്റെ ആരോഗ്യം കൂടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, നമുക്ക് പല ദിവസം ശരീരത്തിൻ്റെ പല ഭാഗത്ത് വേദന അനുഭവപ്പെടും. ഇതിന് പ്രധാന കാരണം നീർക്കെട്ടാണ്. ഈ നീർക്കെട്ടിൻ്റെ ഒരു പ്രധാന വസ്തു അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ്റെ ഒരു പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് പഞ്ചസാര. നിങ്ങൾ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നീർക്കെട്ട് കൂടും. നീർക്കെട്ട് കൂടിയ ശരീരത്തിൽ പല സ്ഥലത്തും പല വേദനകൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈ നീർക്കെട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, ശരീരത്തിൽ നീര് വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും മധുരം ഒഴിവാക്കേണ്ടതാണ്. പിന്നെ സ്ലോസ് ഏജിങ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരും, നമുക്ക് പെട്ടെന്ന് വൃദ്ധരാകുമെന്ന് പറഞ്ഞു. എന്നാൽ പഞ്ചസാര നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏജിങ്, നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് വൃദ്ധനാകില്ല, ഒരു പെട്ടെന്ന് വയസ്സ് തോന്നിക്കാത്തൊരു ശാരീരിക അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. പിന്നെ മറ്റൊന്നാണ്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസാണ് പല അസുഖങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കും കാരണം. ഈ ഹോർമോണൽ ഇംബാലൻസിനെ പിടിച്ചു നിർത്താനും പഞ്ചസാര ഒഴിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ചിലർക്ക് ആകാംക്ഷ, വെറുതെ ഈ ടെൻഷൻ അല്ലെങ്കിൽ ഈ ആകാംക്ഷ ഇങ്ങനെ കൂടും, ആങ്സൈറ്റി കൂടുന്ന ആളുകളുണ്ട്. ഈ ആങ്സൈറ്റി കൂടുന്ന ആളുകൾ പഞ്ചസാര നിർബന്ധമായിട്ട് ഒഴിവാക്കുക. ആങ്സൈറ്റി ഒരു നോർമലിലേക്ക് വരും ചെയ്യും. പിന്നെ ടോട്ടലത്തിലുള്ളൂ, നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കുന്നുള്ളൂ, ടോട്ടലി ഒരു ചേഞ്ച് നിങ്ങളുടെ ശരീരത്തിൽ വരും. ഒരു എനർജി, ഒരു പവർ, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ ഒരു സന്തോഷം, മാനസികാവസ്ഥ ടോട്ടലി മാറും. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നും ശ്രദ്ധിക്കുക, നമ്മൾ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക, പഞ്ചസാര നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. ഒരു കമ്മ്യൂണിറ്റി പുതിയ വന്ന ആളുകളും ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ മധുരം, പഞ്ചസാര എന്നുള്ള സംവിധാനം നിങ്ങളുടെ ശരീരത്തിൽ ലൈഫിൽ നിന്ന് 100% മാറ്റേണ്ടതുണ്ട്. കമ്പൽസറി നിർബന്ധമാണ്, പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല, 100% മാറ്റുക. ഞാൻ 100% ഉദ്ദേശിച്ചത്, ഞാൻ 100% എന്നൊന്നും ഉദ്ദേശിച്ചത് നിങ്ങൾ എപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോൾ ഒരു ചെറിയ മിഠായിയോ ചെറിയൊരു ഐസ്ക്രീം കഴിക്കുന്നതോ അതിനല്ല ഉദ്ദേശിക്കുന്നത്. അത് കഴിച്ചോ നോ പ്രോബ്ലം. എപ്പോഴെങ്കിലും മാസത്തിലേക്ക് ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ എപ്പോഴും മുട്ടായി കഴിച്ചോ കുഴപ്പമില്ല. പക്ഷേ ഇതല്ല. പക്ഷേ ഡെയിലി ഐസ്ക്രീം കഴിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ഐസ്ക്രീം കഴിക്കുക, ഒരു ദിവസം 2-3 മധുരട്ട ചായ കഴിക്കുക, അത് നടക്കുന്ന കാര്യമല്ല. നിർബന്ധമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ എല്ലാ ആളുകളും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ നമ്മളെ കോഴ്സ് ഫോളോ ചെയ്യുകയും നിർബന്ധമായിട്ട് പഞ്ചസാര നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റേണ്ടതും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ എക്സസൈസിലേക്ക് നീങ്ങാം. എല്ലാവരും റെഡി ആയിക്കോ. ഓക്കെ എല്ലാവരും റെഡി ആയിക്കോ. ഒരു 2 മിനിറ്റ്. ഓക്കെ.